നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്നാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്ഥാനാർത്ഥി. LDFന് വേണ്ടി AC മൊയ്തീനും NDAക്ക് വേണ്ടി BB ഗോപകുമാറും മത്സരിക്കും. രാവിലെ 9 മുതൽ രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് നടക്കുക. ജൂൺ 2-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഷാനിമോൾ ഉസ്മാനാണ് UDF ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി. ഈ മാസം 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റോഷിപാൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് റോഷിപാൽ. ഇന്നിപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഇക്കുറിയുള്ളത്. ശ്രുതി, അത് തന്നെയാണ്. അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കാരണം BJPക്ക് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ ലഭിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞത്. അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ നിയമസഭാ അംഗമാണ്. നിയമസഭാ അംഗമായ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. 3 അംഗങ്ങൾ മാത്രമാണെങ്കിലും BJPയും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്നതും പ്രധാനമാണ്. അത് ഇനി അങ്ങോട്ട് പ്രതിപക്ഷവും ഭരണപക്ഷവുമായുള്ള ഒരു ഏറ്റുമുട്ടലിന്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ രീതിയിൽ ഒരു നിയമസഭയ്ക്കകത്ത് പ്രതിരോധം തീർക്കുന്നതിൻ്റെ സൂചനയായി കൂടി ഈ BJPയുടെ നീക്കത്തെ നമ്മൾ കാണേണ്ടി വരും. അതേസമയം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏതാണ്ട് സ്പീക്കറാകുമെന്ന് ഉറപ്പാണ്. കാരണം 102 സീറ്റിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതിൽ പ്രോട്ടം സ്പീക്കറെ മാറ്റിക്കഴിഞ്ഞാൽ 101 വോട്ട് UDFന് ലഭിക്കേണ്ടതാണ്. ഇന്ന് രാവിലെ 8 മണിക്ക് നിയമസഭയിൽ പാർലമെന്ററി കാര്യ യോഗം, അതിൽ UDFന്റെ പാർലമെന്ററി കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ വിപ്പ് നൽകും MLA മാർക്ക്. അതേസമയം തന്നെ LDF AC മൊയ്തീനെയാണ് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണിന്ന്. കാരണം 3 സ്ഥാനാർത്ഥികളുണ്ട്. കാരണം ആദ്യം O രാജഗോപാൽ അംഗമായിരുന്ന BJPയുടെ അംഗമായിരുന്ന നിയമസഭയിൽ അന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ മത്സരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, അന്നത്തെ വോട്ട് തന്നെ വിവാദമായതാണ്. കാരണം ആർക്ക് വോട്ട് ചെയ്തു എന്ന ചോദ്യത്തിന് നൽകിയ ഉത്തരമാണ് അന്ന് വിവാദമായി മാറിയത്. ശ്രീരാമകൃഷ്ണനാണ് വോട്ട് ചെയ്തത് LDF സ്ഥാനാർത്ഥിക്കാണെന്ന രീതിയിൽ വലിയ ചർച്ചയാവുകയും അത് വിവാദമായ പശ്ചാത്തലമൊക്കെയുണ്ട്. ഏതായാലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ 29-നാണ് നിയമസഭ വീണ്ടും ചേരുന്നത്. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമാണ്. രാവിലെ 9 മണിക്ക് തന്നെ സ്പീക്കർ സ്ഥാനാർത്ഥികളുടെ പേര് പ്രോട്ടം സ്പീക്കർ G സുധാകരൻ പ്രഖ്യാപിക്കും. അതിന് തൊട്ടു പിന്നാലെ തന്നെ വോട്ടിംഗ് തുടങ്ങുന്നതായി അറിയിക്കുകയും പിന്നീട് രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ട് രേഖപ്പെടുത്തുക. വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞാൽ 3 സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരെ ഡയസിലേക്ക് വിളിപ്പിച്ച് അവിടെ കൗണ്ടിംഗ് തുടങ്ങുകയും പിന്നീട് പ്രഖ്യാപിക്കുകയും ചെയ്യും ആരാണ് സ്പീക്കറായത് എന്ന് പ്രഖ്യാപനം നടത്തും. ആ പ്രഖ്യാപനം കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഡയസിലേക്ക്, സ്പീക്കറുടെ ഡയസിലേക്ക് ഈ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെ, നിയമസഭാ അംഗത്തെ കൊണ്ട് അവിടെ ചെയറിൽ ഇരിപ്പിക്കും. അതാണ് അതിൻ്റെ കീഴ്വഴക്കം. ഏതായാലും പ്രോട്ടം സ്പീക്കർ വോട്ട് രേഖപ്പെടുത്തില്ല. സ്ഥാനാർത്ഥികൾ 3 പേരും വോട്ട് രേഖപ്പെടുത്തില്ല. അത് കീഴ്വഴക്കമാണ്. ഒരുപക്ഷെ വേണമെങ്കിൽ അവർക്ക് വോട്ട് രേഖപ്പെടുത്താം. പക്ഷേ കീഴ്വഴക്കം സ്ഥാനാർത്ഥികളും സ്പീക്കറും വോട്ട് രേഖപ്പെടുത്താറില്ല എന്നതാണ്. ഇനി ഈ വോട്ട് ആർക്കെങ്കിലും മാറി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടാകും. ഇപ്പോൾ 3 വോട്ട് ലഭിക്കേണ്ട NDA സ്ഥാനാർത്ഥിക്ക് 3-ൽ കൂടുതൽ വോട്ട്, അത് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്താതിരിക്കുകയും അതിൽ കൂടുതൽ വോട്ട് ലഭിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ അത് UDFന് അങ്ങനെ കൂടുതൽ വോട്ട് ലഭിക്കുന്നു, LDFന് കൂടുതൽ വോട്ട് ലഭിക്കുന്നു. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. ഏതായാലും 3 പേരും അവരുടെ അംഗങ്ങൾക്ക് വിപ്പ് നൽകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് നിയമസഭയിൽ. ഇന്ന് നിയമസഭ കഴിഞ്ഞാൽ, ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ പിരിയുകയും പിന്നീട് 29-ന് രാവിലെയാണ് നിയമസഭ വീണ്ടും ചേരുക. തീർച്ചയായിട്ടും രാവിലെ 9 മണിക്കാണ് സ്പീക്കറെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയാണ് ഇക്കുറിയുള്ളത് എന്നതാണ്.